പെയ്ത ഞങ്ങളെ വീടിന്റെ ചുറ്റുപാടുള്ള അവസ്ഥ ഞാൻ കാണിച്ചു തരാം. എല്ലാ വർഷവും മഴക്കാലമായ ഞങ്ങളെ വീടിന്റെ ചുറ്റുപാടുള്ള ഒരവസ്ഥ ഇതാണ് കേട്ടോ ഗൈസ്. അപ്പൊ എല്ലാവരും ഒന്ന് കണ്ടു നോക്കി. ഇതാണ് കേട്ടോ അവസ്ഥ. അവർ സാധനങ്ങൾ കൊണ്ടുവരുന്ന കണ്ടില്ലേ, ഈ വെള്ളത്തിൽ കൂടെ ചാടി കിടന്നിട്ട് വേണം ഒക്കെ കൊണ്ടുവരാൻ കേട്ടോ. ഓരോ മഴക്കാലാവുമ്പോഴും ഞങ്ങൾ വിചാരിക്കും പഞ്ചായത്തുകാർ ഈ റോഡ് ശരിയാക്കി തരുമെന്ന്. പക്ഷെ അതൊക്കെ വെറും പ്രതീക്ഷ മാത്രമാണ്. ഈ വർഷമെങ്കിലും ഒന്നും ശരിയാവുമെന്ന് അറിയില്ല. ഇതിങ്ങനെ നിൽക്കാൻ കാരണം ഞങ്ങളവിടെ ഒരു അരുവിയുണ്ട്, ഞങ്ങളതിന് ആണിന്നാണ് കേട്ടോ പറയുക. വെള്ളം ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് വളർച്ച വന്നതിൻ്റെ ശേഷമാണ് ഏരിയ ഇത്തിരി കുറഞ്ഞത്. ഞങ്ങൾ ഈ ഒരു ഏരിയ കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും ആണിയൊന്നും ഇല്ല. അത് റോഡും വീടൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒഴുകി പോവാൻ സ്ഥലമില്ല. ഞങ്ങളിവിടെ നടന്നു പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയ പാലത്തായിരുന്നു. അപ്പോൾ അത് ഇന്നലൊക്കെ നല്ല മുങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ കുറച്ച് വെള്ളം പോയതുകൊണ്ട് ഇതിപ്പോൾ പൊങ്ങിയിട്ടുണ്ട്. പിന്നെ അപ്പുറത്തേക്ക് നമുക്കൊന്ന് പോയേക്കാം. ഞങ്ങളൊക്കെ അച്ഛന്മാർ നല്ല ചേൽക്ക് പാലൊക്കെ കെട്ടിയിടാറുണ്ട്. പക്ഷെ ഇത്തവണ തൽക്കാലത്തേക്ക് ഇപ്പോൾ 2 പാലക ഇട്ടിട്ടുള്ളൂ. ഇതാണ് ആ വെള്ളം ഒഴുകി പോണ ആണി. പക്ഷെ ഇതിലിപ്പോൾ വേണ്ടത്ര ഒഴുക്കൊന്നുമില്ല. ഇത് 13 വീടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ വണ്ടിയൊക്കെ അവിടെ വെച്ചേ പോവുള്ളൂ. ഇനി ഇവിടുന്ന് അങ്ങോട്ടൊന്നും ഈ വണ്ടി പോവില്ല. ഇന്നലെ വരെ ഇതിൻ്റെ ഇത്രയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പം എൻ്റെ അരേൻ്റെ ഒക്കെ അത്ര ആയിട്ടുള്ളൂ. ഇത് കണ്ടോ, ഈ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് സ്കൂളിലേക്ക് പോകാൻ എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയോ. ആ കാണുന്ന വാഴത്തോട്ടൊക്കെ ഫുള്ള് വെള്ളത്തിലാണ് കേട്ടോ. ഇനി കുറേ ദിവസം എടുക്കും ഈ വെള്ളമൊക്കെ വറ്റാൻ. അവിടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള വെള്ളമൊക്കെ വറ്റിയാലേ ഇവിടുത്തെ വെള്ളമൊക്കെ പോവുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ആ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒന്ന് പോയേക്കാം. അവിടെയാണ് കുറേ വീടുള്ളത്. ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ ഒക്കെ എല്ലാവരും കണ്ടോക്കി. ഇവിടെ വണ്ടി പോയിട്ട് ഇവിടെ മതിയാർക്ക് നടക്കാൻ പോലും കഴിയണില്ല. ഇത്രയൊന്നും വെള്ളമല്ലായിരുന്നു കേട്ടോ, നിറയെ വെള്ളം ഉണ്ടായിരുന്നു. അന്ന് തോരാത്ത മഴ ആയതുകൊണ്ട് വെള്ളത്തിലൂടെ നടന്ന് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ എടുക്കാനത്. ഇന്നൊന്നും മഴ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ കുറഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് ഇറങ്ങിയതാണ്. ഇതൊക്കെ ഓരോരുത്തരെ വീട്ടിലേക്ക് പോകാനുള്ള വഴിയാണ് കേട്ടോ. ഇവിടെയൊക്കെ വെള്ളം കിട്ടിയെന്ന് ചളി ആയതുകൊണ്ട് ഇവിടെ പോകാനുള്ള ബുദ്ധിമുട്ടൊന്ന് ആലോചിച്ച് നോക്കി. ഞങ്ങൾ ഇതിലൂടെ പോയിട്ട് ഗ്രൗണ്ടിലെ വെള്ളം ഒന്ന് കെട്ടി കിടക്കുന്നത് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് നിന്നതാണ്. പക്ഷെ അവിടെ എത്തിയപ്പോൾ ആ വെള്ളത്തിൽ വലിയൊരു മൂർഖനുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് പോകാൻ പേടിയപ്പോൾ ഇങ്ങോട്ട് തന്നെ പോകുന്നത്. പിന്നെ ആ ഗ്രൗണ്ടിലേക്ക് ഇപ്പുറത്തെ കൂടി ഒരു വഴിയുണ്ട്. അപ്പോൾ പിന്നെ ആ വഴി ഞങ്ങൾ പോകാൻ വിചാരിച്ചു. പക്ഷെ ഇതുവഴി പോയാൽ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുമോന്നൊന്നും അറിയില്ല. എന്നാലും പോയേക്കാം. പക്ഷെ ഇതിലും പോകാൻ കഴിയില്ല ഗൈസ്, ഇവിടെ ഫുള്ള് വെള്ളമാണ്. ഇത് കണ്ടോ, ഞങ്ങൾ വേനൽക്കാലത്തൊക്കെ കളിക്കാൻ വരുന്ന ഗ്രൗണ്ടാണ്. ഇത് ഫുള്ള് ഇപ്പോൾ വെള്ളമായി. ആണിയിൽ വെള്ളം വറ്റിയാലും ഇവിടെ വെള്ളം വറ്റാൻ കുറേ സമയം എടുക്കും കേട്ടോ. ഇത് കണ്ടോ, അവിടെ വീടിനൊരു തറ കെട്ടീന്. പക്ഷെ ഇവിടെയൊക്കെ നിറയെ വെള്ളമാണ്. ഇനി ഇവർക്ക് വെള്ളം കയറാതെക്കണമെങ്കിൽ തറ ഒന്നും കൂടി കുറേ പൊക്കേണ്ടി വരും. കുറച്ചും കൂടി പടിഞ്ഞാറോട്ട് പോയിട്ട് വെള്ളം കാണിച്ചിരുന്നെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ അതിലൂടെ ഒന്നും നടന്നു പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു ഗൈസ്. ഞങ്ങളെ വണ്ടിയൊക്കെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് എത്ര ദിവസമായിന്നറിയോ. എല്ലാവരും വണ്ടി ഈ വഴിയിൽ അവിടെ ഇവിടെ ഇടേണ്ട അവസ്ഥയാണ്. അടുത്ത വർഷമെങ്കിലും മഴക്കാലം ഞങ്ങൾക്ക് മതിയായിരിക്കും ഒന്ന് സ്കൂളിൽ പോകാൻ കഴിയായിരിക്കും. 2018 പ്രളയ സമയത്ത് ഈ പരിസരത്തുള്ള വീട്ടിലൊക്കെ വെള്ളം കയറിയിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.